രണ്ട് തരത്തിലുള്ള ബാധ്യതകളാണ് ഈ നമ്മുടെ മുമ്പിലുള്ള കപ്പൽ അപകടം ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യത്തെ അപകടത്തെ പറ്റിയാണ് പറയുന്നത്. രണ്ടാമത്തെ അപകടം നമുക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ആദ്യത്തെ അപകടത്തിലേക്ക് വരുമ്പോൾ അതിന് സിവിൽ ആയിട്ടുള്ള ഒരു നഷ്ടമുണ്ട്, ക്രിമിനൽ ആയിട്ടുള്ള ഒരു വശവുമുണ്ട്. അതിൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരു വശം നമ്മൾ അന്വേഷിക്കണമെങ്കിൽ അതിനൊരു എഫ്ഐആർ ആവശ്യമാണ്. പലരും കരുതുന്നത് പോലെ തെളിവെല്ലാം ശേഖരിച്ചതിന് ശേഷമല്ല എഫ്ഐആർ എടുത്തത്. ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം എഫ്ഐആർ ഇടുകയും പിന്നീട് അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് അതിൽ ആരെങ്കിലും കുറ്റവാളികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കും. കുറ്റവാളികൾ ഉണ്ടെങ്കിൽ, അതായത് മനഃപൂർവ്വമായിട്ടുള്ള എന്തെങ്കിലും നെഗ്ലിജൻസ് ഉണ്ട്, അത് സംഭവിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കാതെ അത്തരം ഒരു അപകടം ആരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു കുറ്റപത്രം സമർപ്പിച്ച് അതിന്റെ നിയമങ്ങളുമായിട്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യൻ കോടതികളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും. എന്നാൽ സിവിൽ ആയിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട് അതിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട്. അത് രണ്ട് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ഇപ്പോഴുണ്ടായിരിക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള നാശം, അതുപോലെ തന്നെ ആളുകൾക്കുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഭാഗത്ത് മത്സ്യത്തിന് നാശനഷ്ടം ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് മത്സ്യപ്രജനന സമയമാണ്. അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന നഷ്ടങ്ങൾ, പരിസ്ഥിതി മനുഷ്യർക്ക് ഉണ്ടാവുന്ന നാശം. ഇത് കൂടാതെ ഓയിൽ ലീക്ക് ചെയ്തുണ്ടാവുന്ന ഓയിൽ ലീക്കേജുമായി ബന്ധപ്പെട്ട സംഗതികൾക്ക് കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല ടെൻഷനുകളുമുള്ള ഒരു നഷ്ടപരിഹാര സംവിധാനമാണ് അതിനകത്തുള്ളത്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് നഷ്ടപരിഹാര സാധ്യതകളുള്ളത്. അത് ഇന്ത്യയിൽ ഒരു നോഡൽ ഓഫീസറെ ആ കമ്പനി വെക്കണം, അവർ വെച്ചിട്ടുണ്ടത്. ആ നോഡൽ ഓഫീസർക്കാണ് അതുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നഷ്ടവും അതുപോലെ സർക്കാരിന്റെ വകുപ്പുകൾക്കുണ്ടാകുന്ന നഷ്ടവുമെല്ലാം കൺസോളിഡേറ്റ് ചെയ്യുന്നത്. വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടം നേരിട്ട് വേണമെങ്കിൽ അവർക്ക് കമ്പനിയെ സമീപിച്ച് വാങ്ങിക്കാം, അല്ലെങ്കിൽ സർക്കാരിന് അപേക്ഷ കൊടുത്താൽ സർക്കാർ വേണമെങ്കിൽ കമ്പനിക്ക് ക്ലെയിം കൊടുത്ത് അത് വാങ്ങിക്കാനുള്ള നടപടികൾ ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ ഓയിൽ ലീക്കേജ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ചെറിയ തോതിലേ ഉള്ളൂ. മൺസൂൺ കനക്കുന്നതിന് മുമ്പ് ആ കപ്പൽ അവിടുന്ന് മാറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിന്റെ നഷ്ടം വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും. അതിന്റെ ഗുരുതര സ്വഭാവത്തിൽ അതിന്റെ നാശനഷ്ടം ഉണ്ടാവില്ല. അതേസമയം മൺസൂൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കപ്പൽ അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ മണലിൽ താഴ്ന്നു പോവുകയും ഒരുപാട് കണ്ടെയ്നറുകൾ മണ്ണിൽ വീഴുകയും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന സാധ്യതയുണ്ട്. ഏതായാലും അടുത്തൊരു 10-15 വർഷക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്ലാസ്റ്റിക് മലിനീകരണം 3 ജില്ലകളിൽ, ഒരുപക്ഷെ തമിഴ്നാടിന്റെ ഒരു പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നാശനഷ്ടം തന്നെ 100 കണക്കിന് കോടി രൂപയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ആ ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയാണ് വീട്ടേണ്ടത്. കമ്പനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഇൻഷുറൻസ് കമ്പനിയാണ് ആ പൈസ തരേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 150 കോടിയോളം ഇൻഷുറൻസ് ഓൾറെഡി അതിനുണ്ട്. കൂടുതൽ ഇൻഷുറൻസ് ആവശ്യമായിട്ട് വന്നാൽ അത് അതിന്റെ കേസുമായിട്ടൊക്കെ പോകും. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ അതിലൊരു ആശയക്കുഴപ്പത്തിന്റെയും അവ്യക്തതയുടെയും ഒന്നും ആവശ്യമില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ക്വാണ്ടിഫിക്കേഷൻ ചെറിയ ആശങ്കകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് മത്സ്യ മേഖലയ്ക്ക് ഉണ്ടാകുന്ന നാശനഷ്ടം നമുക്ക് എങ്ങനെയാണ് അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണത് രൂപയിൽ കണക്കാക്കാനാവുക? കാരണം ഒരു ചാക്കിൽ ഏതാണ്ട് 1 മില്യൺ 10 ലക്ഷം പ്ലാസ്റ്റിക് പെല്ലറ്റ് ഉണ്ടാവും. അങ്ങനെ ഏതാണ്ട് 900 പെല്ലറ്റ് ചാക്കാണ് ഒരു കണ്ടെയ്നറിനുള്ളത്. അങ്ങനെ ഏതാണ്ട് 46 കണ്ടെയ്നർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കടലിൽ ഏതാണ്ട് 100 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന വലിയ ഒരു ആവാസ വ്യവസ്ഥ ഈ പ്ലാസ്റ്റിക് നശിപ്പിച്ചിട്ടുണ്ട്. ഇത് അടുത്ത 10-15 വർഷക്കാലത്തേക്ക് ഈ നാശം അവിടെ ഉണ്ടാവും. ഇത് നമ്മൾ എങ്ങനെയാണ് രൂപയിൽ കണക്കാക്കുക? മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന നാശം നമുക്ക് എങ്ങനെയാണ് കണക്കാൻ പറ്റുക? കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ എല്ലാ വർഷവും മീൻ വിൽക്കുന്നതിന് കൃത്യമായി ബില്ല് സൂക്ഷിക്കുന്നവരല്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷം പിടിച്ചത്ര മീൻ ഈ വർഷം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നഷ്ടമുണ്ടെങ്കിലും അത് കണക്കാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നഷ്ടപരിഹാരം ലഭ്യമാകണമെന്നില്ല. എപ്പോഴും തെളിവ് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ തെളിവുണ്ടാവില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും ആശങ്കകളായിട്ട് നിൽക്കുന്നുണ്ട്. അത് വാസ്തവമാണ്. അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വാസ്തവത്തിൽ നിയമവിദഗ്ധരും സാധാരണക്കാരായ ആളുകളും തമ്മിൽ ഇടപെട്ട് ഇരുന്ന്, പ്രത്യേകിച്ച് നമ്മുടെ നിയമ സംവിധാനങ്ങൾ, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ ഇരുന്ന് ആളുകളെ ബോധവൽക്കരിച്ച് കൃത്യമായി അവർക്ക് കിട്ടേണ്ട പൈസ വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാർ ഒരു ഇടനിലക്കാരായി നിന്നുകൊണ്ട് അതിന് വേണ്ട നടപടികൾ എടുത്താൽ മാത്രമേ ആ പൈസ കിട്ടുള്ളൂ. മാത്രമല്ല, ഇതിന്റെ നാശം കൂടുതലാണെങ്കിൽ ഇവർ ചെറിയ പൈസയോ തരാൻ സാധ്യതയുള്ളപ്പോൾ കൂടുതൽ പണത്തിന് വേണ്ടി ചിലപ്പോൾ അവരുടെ കപ്പൽ അറ്റാച്ച് ചെയ്യേണ്ടി വരും ആ കമ്പനിയുടെ, അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ടുള്ള ഒരു നിയമയുദ്ധത്തിന് പോകരും. അങ്ങനെയുള്ള സംഗതികളൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അതൊക്കെ ആ കമ്പനി എങ്ങനെയാണ് എത്ര രൂപ വരെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് രണ്ടാമത്തെ സ്റ്റേജിലാണ്. നാശനഷ്ടമാകുന്നതിന് മുമ്പ് അതൊക്കെ അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ആദ്യപടി.
ശരിയാണ്. അതോടൊപ്പം മറ്റൊരു സംശയം, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെതിരെയാണ് കേസെടുക്കുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം മുൻപ് പറഞ്ഞു ഒരു കപ്പൽ കൊടി നോക്കിയിട്ടാണ് അത് ഏത് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു അവരുമായിട്ടാണ് കേസെടുക്കേണ്ടത് എന്ന രീതിയിലുള്ള ചില വാദങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ആശയക്കുഴപ്പം അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു വ്യക്തത കൈവന്ന് കാണുമല്ലേ? സത്യത്തിൽ ഈ കാര്യത്തിൽ ഒരു ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ഒരു ആശയ വ്യക്തതയ്ക്ക് ഒരു കാലതാമസം ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം 25-നാണ് കപ്പൽ മുങ്ങുന്നത്. 27-നോ 28-നോ തന്നെ ലൈബീരിയ എന്ന രാജ്യത്താണ് ഈ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്ത്യക്ക് ഒരു മോശം അനുഭവമുണ്ട്. അത് നമ്മുടെ ഇറ്റാലിയൻ മറീൻസ് നമ്മുടെ കേരളത്തിന്റെ കോസ്റ്റിൽ വന്ന് വെടിവെച്ച് കൊന്നിട്ട് പോയ ഒരു കേസ് നമ്മൾ എടുത്തപ്പോ ഏതാണ്ട് 4 വർഷക്കാലം നമ്മൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ കേസുമായി മുന്നോട്ട് പോവുകയും ഇന്ത്യക്ക് അവരെ ശിക്ഷിക്കാനുള്ള ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല, അങ്ങനെ ഒരു അധികാരമില്ല എന്ന് അവരുടെ രാജ്യം ഒരു അവകാശ തർക്കം ഉന്നയിക്കുകയും അങ്ങനെ ഇന്റർനാഷണൽ കോർട്ടിലേക്ക് ആ തർക്കം നീണ്ടുപോവുകയും ഇന്റർനാഷണൽ കോർട്ട് ഇന്ത്യക്ക് എതിരായി ഒരു വിധി പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തൊരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇത് ആലോചിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് കേസെടുക്കാൻ പറ്റില്ല എന്നത്. വാസ്തവത്തിൽ ശരിയല്ല. കാരണം ഒന്ന്, മറിന്റെ കാര്യത്തിൽ ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന പട്ടാളക്കാരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ അധികാരങ്ങൾ അവർക്ക് ബാധകമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പട്ടാളക്കാരോ അങ്ങനെ ആരും അല്ല, ഈ കപ്പലിന്റെ ഉടമയോ അല്ലെങ്കിൽ അത് ഓടിച്ച ആളുകളോ ഒക്കെ. രണ്ടാമത്തെ സംഗതി, ഇറ്റലിക്ക് പ്രത്യേക നിയമമുണ്ട് യൂറോപ്യൻ യൂണിയർക്ക്. എന്നാൽ ലൈബീരിയ പോലുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും ഇന്ത്യയുടെ ടെറിട്ടറിയുമായിട്ട് ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു തർക്കത്തിന് അവരില്ല എന്ന് അവര് 29-ാം തീയതി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇവിടെ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ലൈബീരിയ ഒരു പ്രശ്നത്തിന് വരാത്തിടത്തോളം ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടേണ്ടതായിട്ട് വരില്ല. ഈ കേസ് മുമ്പോട്ട് പോകാം. പിന്നെ കേസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കുറ്റവാളിയാണോ അല്ലയോ നോക്കിയിട്ടല്ല കേസ് എടുക്കുന്നത്. നമ്മൾ ആ സംഭവം നടന്ന ആദ്യ മണിക്കൂറുകളിൽ കപ്പൽ ഉടമയ്ക്കും അത് ഓടിച്ച ആളുകൾക്കും എതിരായിട്ട് മാത്രമേ കേസെടുക്കൂ. നാളെ ആ ഉടമയ്ക്കാണോ കുറ്റം, അത് ഓടിച്ച ആൾക്കാണോ കുറ്റം, അതല്ല വേറെ ആർക്കെങ്കിലും കുറ്റമുണ്ടോ, ഇതെല്ലാം ആ അന്വേഷണത്തിൽ തെളിയേണ്ട സംഗതിയാണ്. ചിലപ്പോൾ ഇവരാരും ആയിരിക്കില്ല പ്രതി, വേറെ ആരെങ്കിലും ആയിരിക്കും പ്രതി. അപ്പൊ അത് നമുക്ക് തൽക്കാലം കിട്ടുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ആദ്യം കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ആണ് FIR എടുക്കുന്നത്. FIR എടുത്തുകൊണ്ട് അവരുടെ യാതൊരു അവകാശങ്ങളും ഈ ആളുകളത് ഹനിക്കപ്പെടുന്ന അവർക്ക് തൊഴിൽ ചെയ്ത് വീണ്ടും ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് അത്തരം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല.